സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്നത് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞ കാനഡയുടെ പ്രധാനമന്ത്രി കാനഡ ഡേയിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. ജൂലൈ 1 കാനഡ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതായത് 1867 ജൂലൈ 1 കാനഡയിലെ ചില പ്രവശ്യകൾ ഒന്നിപ്പിച്ചതിൻ്റെ അനുസ്മരണമാണ് ഈ കാനഡ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ക്യൂൻ എലിസബത്ത് ആണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും അതുപോലെ തന്നെ കാനഡയുടെ ഒക്കെ സ്റ്റാമ്പിൽ ക്യൂൻ എലിസബത്തിൻ്റെ പടം ഇതിനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യൂൻ എലിസബത്താണ്. ബ്രിട്ടനിലെ ക്യൂൻ എലിസബത്താണ്. പ്രത്യേകിച്ച് പദവികളൊന്നുമില്ല, ഇവിടെ പ്രധാനമന്ത്രിയാണ് മെയിനായിട്ടുള്ള അധികാരി. അപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതുപയോഗിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ മൂന്ന് പേരുടെ നമ്മൾ പ്രസംഗങ്ങൾ കണ്ടായിരുന്നു. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ പ്രസംഗം കണ്ടു, അതുപോലെ തന്നെ ഹിലാരി ക്ലിൻ്റൻ്റെ പ്രസംഗം കണ്ടു, പിന്നെ നമ്മൾ ബാരാക് ഒബാമയുടെ പ്രസംഗം കണ്ടു. ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇത് കേട്ടു നോക്കാം. Happy birthday, Canada! Whether you're watching the fireworks, firing up the grill, or getting outside with your kids, today we celebrate the amazing place we call home. ഓക്കെ, ഇവിടെ ഹാപ്പി ബർത്ത്ഡേ കാനഡ എന്ന് പറയുന്നത്. അപ്പോൾ കാനഡ രൂപീകരിച്ചത് സത്യത്തിൽ ഇത് കാനഡ മൊത്തത്തിൽ രൂപീകരിച്ചല്ല, ഒരു 3-4 പ്രവിശ്യകൾ ഒന്നിപ്പിച്ചതിൻ്റെ അനുസ്മരണമാണ്. പക്ഷേ ഇപ്പോഴതൊരു ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒന്നിപ്പിച്ചതിൻ്റെ ഒരു ദിവസമായിട്ട്, അത് ജന്മം കൊണ്ട ദിവസമായിട്ടാണ് കരുതുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ കാനഡ. വെദർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും, അപ്പോൾ 2-3 സിറ്റുവേഷൻസ് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്താണ് വെദർ യു ആർ വാച്ചിങ് ദ ഫയർ വർക്ക്സ്. ഓക്കെ, യു ആർ വാച്ചിങ് എന്ന് പറഞ്ഞാൽ കാണുക. എന്താണ് കാണുന്നത്? ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ കരിമരുന്ന് പ്രയോഗം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെ. അല്ലെങ്കിൽ ഫയറിങ് അപ്പ് ദ ഗ്രിൽ. ഫയറിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ ഫയറിങ് അപ്പ് ദ ഗ്രിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ ഈ ഗ്രില്ലിൽ ഇവർ ഇറച്ചിയൊക്കെ ചൂടും. അപ്പോഴത് അവർക്ക് എല്ലാ സെലിബ്രേഷനും അങ്ങനെ ഉള്ളതാണ്. അവരിങ്ങനെ ഇറച്ചി ചുട്ടാണ് കഴിക്കുന്നത് അല്ലേ. അതിനാണ് ഫയറിങ് അപ്പ് ദ ഗ്രിൽ എന്ന് പറഞ്ഞാൽ. ഓർ ഗെറ്റിംഗ് ഔട്ട്സൈഡ് വിത്ത് യുവർ കിഡ്സ്. ഓക്കെ, ഗെറ്റിംഗ് ഔട്ട്സൈഡ് വിത്ത് യുവർ കിഡ്സ് എന്ന് ഇവിടെ 2-3 അർത്ഥമുണ്ട്. ഒരർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു അർത്ഥമുണ്ട് ഗെറ്റിംഗ് ഔട്ട്സൈഡിന്. അതുപോലെ തന്നെ പുറത്തു പോവുക എന്നുള്ളൊരർത്ഥമുണ്ട്. അത് എന്ത് വേണ്ടും ആകാം. വിത്ത് യുവർ കിഡ്സ്. ഓക്കെ, ടുഡേ വി സെലിബ്രേറ്റ്. ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്, ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ് ദ അമേസിങ് പ്ലേസ്. അമേസിങ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തുന്ന, വളരെ നല്ല എന്ന് പറയുന്നത്. ഓക്കെ, അമേസിങ് പ്ലേസ് വി കോൾ ഹോം. ഓക്കെ, നമ്മുടെ ഹോം ഏതാണ്? ഇവിടെ നമ്മുടെ രാജ്യത്തെയാണ് പറയുന്നത്. നമുക്ക് ഇത് ഒന്നുകൂടെ കേട്ട് നോക്കാം. Happy birthday, Canada! Whether you're watching the fireworks, firing up the grill, or getting outside with your kids, today we celebrate the amazing place we call home. Okay, ഇതിന്റെ ബാക്കി നമുക്ക് കേട്ട് നോക്കാം. In the last 4 years, Canadians have created more than 1 million new jobs. Unemployment is at its lowest since the 70s, and across the country, 825,000 Canadians have been lifted out of poverty. ഇവിടെ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞ ഇൻ ദ ലാസ്റ്റ് 4 years, ഓക്കെ, കഴിഞ്ഞ 4 വർഷമായിട്ട് കനേഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തു. എത്രയാണ്? മോർ ദാൻ 1 million. ഓക്കെ, 1 million-നേക്കാളും കൂടുതൽ പുതിയ ജോലികൾ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. ഇവിടെ 1 million എത്രയാണ്? നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു തന്നാണ് 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ 1 billion എത്രയാണ്? 1 billion 100 കോടിയാണ്. അതുപോലെ തന്നെ വീണ്ടും ചോദിക്കുകയാണ്, എത്ര മില്യനാണ് 1 billion? ഓക്കെ, 1000 മില്യനാണ് 1 billion. ഓക്കെ, അത് മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് അല്ലേ, ഏകദേശം 1.3 billion ആണ്. എന്ന് പറഞ്ഞാൽ 130 കോടിയാണ് ഏകദേശം ഇന്ത്യയുടെ ജനസംഖ്യ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ് സിൻസ് ദ 70s. ഓക്കെ, ഇവിടെ പറഞ്ഞത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലില്ലായ്മ എന്നാണ് പറഞ്ഞത്. ഓക്കെ, തൊഴിലില്ലായ്മ എന്താണ്? അതിൻ്റെ സിൻസ് ദ 70s. ഓക്കെ, 70-ന് ശേഷം ഏറ്റവും കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? തൊഴിലില്ലായ്മ. നമ്മൾ സിൻസ് പഠിച്ചാണ് അല്ലേ. സിൻസ് എപ്പോൾ മുതൽ എന്നുള്ളതാണ് സിൻസ് പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ സിൻസിൻ്റെ 4-ൻ്റെയൊക്കെ ക്ലാസ് പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതലുള്ള ചാപ്റ്റർ കൃത്യമായിട്ട് കാണുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് അക്രോസ് ദ കൺട്രി, ഓക്കെ, അക്രോസ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ. ഓക്കെ, എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അക്രോസ് ദ കൺട്രി 825,000, ഓക്കെ, 825,000 Canadians have been lifted out of poverty. ഓക്കെ, എന്താണ് have been lifted out എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ പോവർട്ടിയിൽ നിന്നും വലിച്ചു പുറത്തേക്ക് എടുത്തു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താണ് പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്, അല്ലേ? ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നത്. ഇവിടെ അവർ പറയുന്നതിന് ശ്രദ്ധിക്കുക, 825,000 എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോഴേ ശ്രദ്ധിക്കുക, അങ്ങനെയാണ് അവർ പറയുന്നത്. അതിനെപ്പറ്റി ഞാനൊരു ക്ലാസ് എടുത്താണ്, തീർച്ചയായിട്ടും നിങ്ങൾ കാണും. ഓക്കെ, have been lifted out. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പാസീവ് വോയിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കനേഡിയൻസ് ഹാവ് ബീൻ ലിഫ്റ്റഡ് ഔട്ട് ഓഫ് പോവർട്ടി. ഓക്കെ, പോവർട്ടിയിൽ നിന്ന് പുറത്തെടുത്തു. ആരാണ് പുറത്തെടുത്ത് എന്ന് പറഞ്ഞില്ല. അപ്പോഴത് ഗവൺമെൻറ് ആണ് അത് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടെ തൊഴിൽ ഉണ്ടാക്കിയവർ, അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായാലും ഗവൺമെൻറ് ഇനിഷ്യേറ്റീവായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ് നിങ്ങൾ കാണണം. 133ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ പാസീവ് വോയിസ് പഠിച്ചത്. ഓക്കെ, നമുക്ക് ഇത് ഒന്നുകൂടെ കേട്ട് നോക്കാം. In the last 4 years, Canadians have created more than 1 million new jobs. Unemployment is at its lowest since the 70s, and across the country, 825,000 Canadians have been lifted out of poverty. Okay, in the back, there's never been more opportunity or more progress to share in, and that's thanks to Canadians like you. We're an example to the world because of the way we treat each other. There has never been. Okay, there has never been. ഇവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. There has never been. ഓക്കെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചുരുക്കമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഇതിലും നല്ലതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. There has never been more opportunity. ഇതിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്, അല്ലേ? ടു ഷെയർ ഇൻ എന്ന് പറഞ്ഞാൽ കൂടെ ആഘോഷിക്കുക, നമുക്ക് ആഘോഷിക്കാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ഷെയർ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമല്ല അവിടെ ഷെയർ ഇൻ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ആൻഡ് ദാറ്റ്സ് താങ്ക്സ് ടു കനേഡിയൻസ് ലൈക്ക് യു. ഓക്കെ, അതിന് കാരണം നിങ്ങളാണ് എന്നാണ്, അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, വി ആർ എൻ എക്സാമ്പിൾ ടു ദ വേൾഡ്. ഓക്കെ, നമ്മൾ ലോകത്തിന് ഒരു ഉദാഹരണമാണ്, ഒരു എക്സാമ്പിളാണ്. ബിക്കോസ് കാരണം എന്താണ്? ദ വേ വി ട്രീറ്റ് ഈച്ച് അതർ. ഓക്കെ, നമ്മൾ പരസ്പരം ഉള്ള പെരുമാറ്റം, പരസ്പരം ആൾക്കാരെ ബഹുമാനിക്കുന്ന, നമ്മൾ ട്രീറ്റ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനം, ആദരവ് എന്നൊക്കെ, അല്ലെങ്കിൽ പരസ്പരമുള്ള നല്ല പെരുമാറ്റം. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ലോകത്തിന് തന്നെ ഒരു ഉദാഹരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമുക്കിത് ഒന്നുകൂടെ കേട്ടു നോക്കാം. There's never been more opportunity or more progress to share in, and that's thanks to Canadians like you. We're an example to the world because of the way we treat each other. ഇനി ബാക്കി നമുക്ക് കേട്ടു നോക്കാം. We're neighbours helping neighbours, small businesses lifting communities up, men and women in uniform keeping us safe, families opening hearts and homes to newcomers in need, friends who might as well be family. That's the heart of our success and the story of Canada. we are neighbours helping neighbours. ഓക്കെ, നമ്മൾ അയൽക്കാരെ സഹായിക്കുന്ന അയൽക്കാരാണ്. അപ്പോൾ നെയ്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അയൽക്കാരെന്നാണ്, അല്ലേ? അതുപോലെ തന്നെ എന്താണ്? സ്മോൾ ബിസിനസ്സസ്, ചെറിയ ബിസിനസ്സസ് എന്താണ്? ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റീസ് അപ്പ്. ഓക്കെ, ലിഫ്റ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർത്തുക എന്നാണ്. അപ്പോഴെന്താണ് ലിഫ്റ്റ്? ആരെയാണ് അപ്പ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റീസിനെ, എന്താണ്? അവിടെയുള്ള സമൂഹത്തെ ലിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മൾ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ബിസിനസ് ഉണ്ട്. ഭർത്താവും ഭാര്യയും കൂടിയായിരിക്കും മിക്കതും. അങ്ങനത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ കാർ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ പട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി വരിക, പുല്ല് വെട്ടുക, ക്ലീൻ ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് ബിസിനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ മെൻ ആൻഡ് വിമൻ. ഓക്കെ, മെൻ ആൻഡ് വിമൻ എന്നാണ് പറയുന്നത്. വിമൻ ഇൻ യൂണിഫോം. ഓക്കെ, ഇൻ യൂണിഫോം എന്ന് പറഞ്ഞാൽ സൈനികരെ അല്ലെങ്കിൽ പോലീസുകാരെ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഓക്കെ, അവരെന്താണ്? കീപ്പിംഗ് അസ് സേഫ്. ഓക്കെ, സൈനികരും പോലീസുകാരുമാണ് നമ്മളെ സേഫ് ആക്കുന്നത്, അല്ലേ? നമ്മളെ സുരക്ഷിതമായിട്ടിരിക്കുന്നത്, അല്ലേ? ഫാമിലീസ് ഓപ്പണിംഗ് ഹാർട്ട്സ് ആൻഡ് ഹോംസ് ടു ന്യൂ കമേഴ്സ് ഇൻ നീഡ്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, കാനഡയുടെ ഒരു പ്രത്യേകത എന്താണ്? കാനഡ ഒരുപാട് പേരെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്, അല്ലേ? ആൾക്കാർ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് തുറന്നിടുന്നത്? അവരുടെ ഹൃദയങ്ങൾ തുറന്നിടുന്നു, വീടുകൾ തുറന്നിടുന്നു. ആർക്കാണ്? ടു ന്യൂ കമേഴ്സ്. ന്യൂ കമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയതായിട്ട് വരുന്നവർ, അല്ലേ? നമ്മളിപ്പോൾ സ്കൂളിലല്ലേ കോളേജ് പഠിക്കുമ്പോൾ ന്യൂ കമേഴ്സ് എന്ന് നമ്മൾ പറയത്തില്ല, എപ്പോഴാണ് പുതിയതായിട്ട് വരുന്നവരല്ലേ? ഓക്കെ, ഇൻ നീഡ്. ഓക്കെ,
ആവശ്യമുള്ളവർ അല്ലേ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. അതിനുശേഷം പുള്ളി പറഞ്ഞ് ഫ്രണ്ട്സ് ഹൂ മൈറ്റ് ആസ് വെൽ ബി ഫാമിലി എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പ്രയോഗമാണ് സുഹൃത്തുക്കളെ കുടുംബത്തെ പോലെ കാണുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് എ ഹാർട്ട് ഓഫ് അവർ സക്സസ്. ഓക്കെ, ഹാർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണം എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, എന്താണ് ഇതാണ് നമ്മുടെ വിജയത്തിനുള്ള കാരണം. അതാണ് എന്താണ് ഈ കാനഡയുടെ കഥ എന്ന് പറയുന്നത്. അല്ല, കാനഡയുടെ എന്ത് കഥയാണ്? വിജയത്തിൻ്റെ കഥ എന്ന് പറയുന്നത് അതാണ് എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് അല്ലേ. നമുക്ക് ഇത് ഒന്നുകൂടെ കേട്ടു. We're neighbours helping neighbours. Small businesses lifting communities up. Men and women in uniform keeping us safe. Families opening hearts and homes to newcomers in need. Friends who might as well be family. That's the heart of our success and the story of Canada. ബാക്കി നമുക്ക് കേട്ടു നോക്കാം. We know we've still got work to do. Not everyone benefits equally from Canada's success. We need to change that and make sure we all move forward together. That means supporting Canada's workers, creating more opportunity, and growing the middle class. ഇവിടെ അദ്ദേഹം പറഞ്ഞ വി നോ, നമുക്കറിയാം, വി ഹാവ് സ്റ്റിൽ ഗോട്ട് വർക്ക് ടു ഡു. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്ന വി ഹാവ് ഗോട്ട്. ഓക്കെ, സ്റ്റിൽ ഗോട്ട് എന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് ജോലി ചെയ്യാനുണ്ട്, ഇനിയും പണി ചെയ്ത് തീർക്കാനുണ്ട്. എന്താണ് പറഞ്ഞാൽ എല്ലാവരും, നോട്ട് എവ്രി വൺ ബെനിഫിറ്റ്സ് ഈക്വലി ഫ്രം കാനഡ സക്സസ്. ഓക്കെ, എല്ലാവരും ഒരുപോലെ കാനഡയുടെ ആ വിജയത്തിൻ്റെ പങ്കുകാരാകാൻ പറ്റിയിട്ടില്ല. വി നീഡ് ടു ചേഞ്ച് ദാറ്റ്. നമുക്കത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് all move forward. Okay, we all move forward. നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അല്ലേ. ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് കാനഡാസ് വർക്കേഴ്സ്. ഓക്കെ, എന്താണ് കാനഡയിലെ വർക്കേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ക്രിയേറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കണം. ആൻഡ് ഗ്രോയിങ് ദ മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു മധ്യവർഗം എന്ന് നമ്മൾ പറയും അല്ലേ. അതായത് ഒത്തിരി കാശുമില്ല, അതേസമയം ഒരുപാട് പാവപ്പെട്ടവരുമല്ല, ഏകദേശം മിഡിൽ ക്ലാസ് എന്ന് പറയും അല്ലേ. നമുക്ക് അത്യാവശ്യം കഞ്ഞി കുടിച്ചു പോകാനുള്ള വകയുള്ളവരെ നമുക്ക് മിഡിൽ ക്ലാസ് എന്ന് പറയാം അല്ലേ. നമുക്ക് ഇത് ഒന്നുകൂടെ കേട്ടു. We know we've still got work to do. Not everyone benefits equally from Canada's success. We need to change that and make sure we all move forward together. That means supporting Canada's workers, creating more opportunity, and growing the middle class. ഇനി ബാക്കി നമുക്ക് കേട്ടു നോക്കാം. And it means fighting climate change so we can leave our kids a healthy world. I know we'll step up to the challenges we're facing just like we've always done. Because no challenge is too great if we face it together. From my family to yours, happy Canada Day. അദ്ദേഹം പറഞ്ഞ ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോഴും നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമുക്ക് അതിനെതിരെ യുദ്ധം ചെയ്യണം. ഓക്കെ, സോ വി ക്യാൻ ലീവ് അവർ കിഡ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ഏൽപ്പിക്കാൻ പറ്റും? ലീവ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് കൊടുക്കാൻ പറ്റും എന്താണ്? എ ഹെൽത്തി വേൾഡ്. ഓക്കെ, ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു നല്ല ലോകം നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ലീവ് എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് എന്താണ്? അവധി എന്നുള്ളൊരു അർത്ഥമുണ്ടല്ലേ. അവധി കിട്ടുവാണ് നല്ലതെന്നല്ലേ. ഓക്കെ, ഐ നോ. ഓക്കെ, വി വിൽ സ്റ്റെപ്പ് അപ്പ് ടു ദ ചലഞ്ചസ്. ഓക്കെ, എന്താണ്? എനിക്കറിയാം നമ്മൾ വി വിൽ സ്റ്റെപ്പ് അപ്പ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ്. സ്റ്റെപ്പ് അപ്പ് ടു ദ ചലഞ്ചസ്. ഓക്കെ, ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉയർന്നു വരും എന്നെനിക്കറിയാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് എന്നുള്ള നമുക്ക് മനസ്സിലാകുന്ന സിമ്പിളായിട്ട് മനസ്സിലാവും അല്ലേ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? വോൾട്ടേജ് ഉയർത്തുന്നതാണല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ജസ്റ്റ് ലൈക്ക് വി ഹാവ് ഓൾവേസ് ഡൺ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസാണ് വി ഹാവ് ഓൾവേസ് ഡൺ എന്നാണ് പറഞ്ഞത്. ഓക്കെ, വി ഹാവ് ഡൺ എന്നുള്ളതാണ് എപ്പോഴും എന്നുള്ളതിനാണ് ഓൾവേസ് ഉപയോഗിച്ചിരുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. നമ്മളിതൊക്കെ പഠിച്ചാണ് 7ാമത്തെ ചാപ്റ്ററിൽ 6ാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചാണ്. തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. ബിക്കോസ് ഓക്കെ, കാരണം എന്താണ്? നോ ചാലഞ്ച് ഈസ് ടു ഗ്രേറ്റ്. ഓക്കെ, ഒരു പ്രതിസന്ധിയും ഒരുപാട് വലുതല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ഇഫ് വി ഫേസ് ഇറ്റ് ടുഗദർ. ഓക്കെ, നമ്മളെല്ലാവരും ചേർന്ന് അതിനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ചലഞ്ചും ഒരു പ്രതിസന്ധിയും ഒത്തിരി വലുതല്ല എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ അതിൽ നിന്ന് ഐക്യമത്യം മഹാബലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അല്ലേ. ഫ്രം മൈ ഫാമിലി ടു യുവേഴ്സ്. ഓക്കെ, ഹാപ്പി കാനഡ ഡേ. ഓക്കെ, എൻ്റെ ഫാമിലി നിങ്ങൾക്ക് ഒരു നല്ല കാനഡ ഡേ ഒക്കെ ആശംസിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിത് ഒന്നുകൂടെ കേട്ട് നോക്കാം. And it means fighting climate change so we can leave our kids a healthy world. I know we'll step up to the challenges we're facing just like we've always done. Because no challenge is too great if we face it
together. From my family to yours, Happy Canada Day. ഇനിയിപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ഈ കൊടുത്ത ഈ സന്ദേശം വളരെ സിമ്പിളാണ്, 1.5 മിനിറ്റിൻ്റെ സന്ദേശമുള്ളൂ. അത് നമുക്ക് ഒന്നുകൂടെ കേട്ടു നോക്കാം. നമ്മൾ സബ് ടൈറ്റിൽ ഒന്നും ഇല്ലാതെ ഒന്ന് കേൾക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. Happy birthday, Canada. Whether you're watching the fireworks, firing up the grill, or getting outside with your kids, today we celebrate the amazing place we call home. In the last 4 years, Canadians have created more than 1 million new jobs. Unemployment is at its lowest since the 70s, and across the country, 825,000 Canadians have been lifted out of poverty. There's never been more opportunity or more progress to share in, and that's thanks to Canadians like you. We're an example to the world because of the way we treat each other. We're neighbours helping neighbours, small businesses lifting communities up, men and women in uniform keeping us safe, families opening hearts and homes to newcomers in need, friends who might as well be family. That's the heart of our success and the story of Canada. We know we've still got work to do. Not everyone benefits equally from Canada's success. We need to change that and make sure we all move forward together. That means supporting Canada's workers, creating more opportunity, and growing the middle class. And it means fighting climate change so we can leave our kids a healthy world. I know we'll step up to the challenges we're facing just like we've always done, because no challenge is too great if we face it together. From my family to yours, Happy Canada Day. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു 10 തവണയിൽ നിങ്ങൾ കേൾക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.